നമസ്കാരം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2024-25 സീസണിൽ ദയനീയ തുടക്കമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ടായിരുന്നത്. ടീം തോൽവികളിൽ നിന്ന് തോൽവികളിലേക്ക് കൂപ്പുകുത്തി പരിശീലകനായ മിഖായേൽ സ്റ്റാറയുടെ പുറത്താകലിന് അത് വഴിവെക്കുകയായിരുന്നു. വലിയ പ്രതീക്ഷകളോടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്ത സ്റ്റാറയ്ക്ക് കീഴിൽ കളിച്ച അവസാനത്തെ 5 മത്സരങ്ങളിൽ 4ലും ടീം തോറ്റിരുന്നു. ഇതോടെയാണ് പരിശീലകനെ പുറത്താക്കുകയെന്ന കടുത്ത നിലപാടിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിയത്. പിന്നാലെ മലയാളിയായ ടിജി പുരുഷോത്തമനെ ടീമിന്റെ ഇടക്കാല പരിശീലകനായി കേരള ബ്ലാസ്റ്റേഴ്സ് നിയമിച്ചു. ഇതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി മാറുന്നതാണ് കണ്ടത് ആരാധകർ. പുരുഷോത്തമന് കീഴിൽ കളിച്ച 5 മത്സരങ്ങളിൽ 10 പോയിന്റ് നേടാൻ മഞ്ഞപ്പടയ്ക്കായി എന്നതാണ് ശ്രദ്ധേയം. ആകെ ഒരു കളിയിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ കീഴിൽ മഞ്ഞപ്പട തോറ്റത്. ഒരു ഘട്ടത്തിൽ പോയിന്റ് പട്ടികയിൽ വളരെ താഴേക്ക് ഇറങ്ങിയിരുന്ന മഞ്ഞപ്പടയ്ക്ക് നിലവിൽ സ്ഥാനം മെച്ചപ്പെടുത്താനായിട്ടുണ്ട്. നിലവിൽ ടീമിന് ISL പ്ലേ ഓഫിലെ തന്നെ മികച്ച സാധ്യതകളുണ്ട് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. 17 കളികളിൽ നിന്ന് 21 പോയിന്റുമായി ലീഗിൽ ഇപ്പോൾ 8ാം സ്ഥാനത്ത് നിൽക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. 6 കളികളിൽ ജയവും 3 കളികളിൽ സമനിലയും നേടിയ മഞ്ഞപ്പട 8 കളികളിലാണ് തോറ്റത്. ലീഗ് ഘട്ടത്തിൽ ഇനി 7 കളികൾ ബാക്കി നിൽക്കെ ടീമിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ പൂർണ്ണമായും അസ്തമിച്ചിട്ടില്ല എന്ന് പറയാം. അത് വിശദമായി നമുക്ക് നോക്കാം. പോയിന്റ് പട്ടികയിലെ ആദ്യ 6 സ്ഥാനക്കാരാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പ്ലേ ഓഫിലേക്ക് എത്തുക. നിലവിൽ 6ാം സ്ഥാനത്തുള്ള മുംബൈ സിറ്റിയുമായി 3 പോയിന്റ് വ്യത്യാസം മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളൂ എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 24 റൗണ്ട് മത്സരങ്ങൾക്കുള്ള KSL ഘട്ടത്തിൽ പോലും 33 പോയിന്റെങ്കിലും നേടാനായാൽ ടീം പ്ലേ ഓഫിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ 3 സീസണുകളിലും 6ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ഈ ടീമുകളുടെ പോയിന്റ് പട്ടിക നോക്കിയാണ് ഈ വിലയിരുത്തൽ. കഴിഞ്ഞ ISL സീസണിൽ 6ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ചെന്നൈയിൽ FC ആയിരുന്നു. 22 മത്സരങ്ങളിൽ നിന്ന് 27 പോയിന്റ് ആയിരുന്നു അവരുടെ നേട്ടം. 2022-23 സീസണിലേക്ക് 6ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത് ഒഡീഷ FC ആയിരുന്നു. അന്ന് അവർ നേടിയത് 30 പോയിന്റ് ആണ്. 6ാം സ്ഥാനത്ത് എത്തിയ ബംഗളൂരു FCയുടെ സമ്പാദ്യം 29 പോയിന്റ് ആയിരുന്നു. എന്നാൽ 2022-23 സീസൺ മുതലാണ് ആദ്യ 6 സ്ഥാനക്കാർ പ്ലേ ഓഫ് എത്തുന്ന ഫോർമാറ്റിലേക്ക് ISL മാറിയത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് ലീഗ് ഘട്ടത്തിൽ ശേഷിക്കുന്നത് 7 മത്സരങ്ങളാണ്. ഇതിൽ 12 പോയിന്റെങ്കിലും നേടാനായാൽ ടീമിന്റെ പ്ലേ ഓഫിൽ സാധ്യതയുണ്ട്. ശേഷിക്കുന്ന കളികളെല്ലാം മഞ്ഞപ്പടയെ സംബന്ധിച്ച് വളരെയധികം നിർണായകമാണെന്നും പറയേണ്ടിയിരിക്കുന്നു. ഈ മാസം 24-ന് ഈസ്റ്റ് ബംഗാളിനെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം. അതിനുശേഷം ചെന്നൈയിൻ FC, മോഹൻ ബഗാൻ, സൂപ്പർ ജയന്റ്, FC ഗോവ, ജംഷഡ്പൂർ FC, മുംബൈ സിറ്റി FC, ഹൈദരാബാദ് FC എന്നിവർക്കെതിരെയും കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നതായിരിക്കും.